എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ ഇറ്റലി. ഓക്കെ, വൺ ഓഫ് മൈ കസിൻ ഡാഷ് ഇൻ ഇറ്റലി. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഈസ് ഉണ്ട്, ആർ ഉണ്ട്, വെയർ ഉണ്ട്, ഹീ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഈസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആൻസറായിട്ട് വരുന്നത്. ഈസാണ് ആൻസറായിട്ട് വരുന്നത്. എന്തുകൊണ്ട് ഇവിടെ ഈസ് ആൻസറായിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യത്തെ വാക്ക് നോക്കണേ, വൺ ഓഫ് എന്നാണ് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ ഇവിടെ അപ്പോൾ ശ്രദ്ധിക്കുക, വൺ ഓഫ്, ഈച്ച് ഓഫ്. ഏതൊക്കെ? വൺ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. അപ്പോൾ ഒന്നും കൂടെ, വൺ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. ഇവ വച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്കിൽ, ഓക്കെ, അപ്പോൾ വൺ ഓഫിൽ തുടങ്ങാം, ഈച്ച് ഓഫിൽ തുടങ്ങാം, ഐദർ ഓഫിൽ തുടങ്ങാം, നൈദർ ഓഫിൽ തുടങ്ങാം. ഇങ്ങനെ ഒരു വാക്കിൽ നിന്നാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്കിൽ ഡാഷിൽ നിങ്ങൾ എഴുതണം, എന്തെഴുതണം? സിംഗുലർ വെർബ് എവിടെ കിടക്കുന്നുവോ അത് പിടിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗുലർ എന്ന് പറയുന്നത് ഈസ് ആണ് ഇല്ലേ, ഈസ് ആണ്. അപ്പോൾ ഈസ് എടുത്ത് എഴുതണം ആൻസർ. അപ്പോൾ ഒന്നും കൂടെ, ഇവിടെ വൺ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഇവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ഒന്നും കൂടെ, വൺ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഇവയ്ക്ക് ശേഷം എന്തുപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു. അടുത്ത രണ്ടാമത്തത്, യു ക്യാൻ മീറ്റ് മീ അറ്റ് എ ഡാഷ് ടൈം. ഓക്കെ, യു ക്യാൻ മീറ്റ് മീ അറ്റ് എ ഡാഷ് ടൈം എന്നതാണ് ചോദ്യം. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ലേറ്റർ ആണ്. ലേറ്റർ, ഓക്കെ, LITER ആണ് ആദ്യത്തെ, LITER ലേറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, ശേഷം, പിന്നീട് എന്ന അർത്ഥത്തിൽ വരുന്ന സെൻറ്റൻസുകളാണ് എങ്കിൽ, ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, ലേറ്റർ എന്ന് പറയുമ്പോൾ ശേഷം എന്നതാണ് മീനിങ് അല്ലേ. ശേഷം അല്ലെങ്കിൽ പിന്നീട്, ലേറ്റർ ശേഷം അല്ലെങ്കിൽ പിന്നീട് എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ലേറ്റർ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ യു ക്യാൻ മീറ്റ് മീ ഡാഷ് എ ടൈം, ലേറ്ററാണ് ആൻസർ വരുന്നത് ഇല്ലേ. അതായത് ശേഷം പിന്നീട് എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എന്തെന്ന് വെച്ച് എഴുതണം? ലേറ്റർ എഴുതണം. ലേറ്റർ എന്ന വാക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തത് ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്. ഓക്കെ, ഇത്രയും ഒരു സെൻറ്റൻസിൽ തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് വച്ച് സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ആൻസർ ലേറ്റർ. ലേറ്റർ വരുന്നത് ലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസിൽ ശേഷം അല്ലെങ്കിൽ പിന്നീട് എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു? ലേറ്റർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തത്, 50 rupees what I ask you now. Okay, 50 rupees dash what I ask you now. ഓക്കെ, ഇവിടെ ഹാവ് ഉണ്ട്, വെയർ ഉണ്ട്, ഈസ് ഉണ്ട്, ആം ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഈസ് ആണ് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ, ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി. ഒന്നും കൂടെ, ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി, മണി. ഓക്കെ, മണി, പൈസ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയോ, ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി, മണി എന്നിവയ്ക്കോടൊപ്പം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, എന്നിവയ്ക്കോടൊപ്പം എന്തുപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈസ് ഉപയോഗിക്കുന്ന സാഹചര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി എന്നിവയ്ക്കൊപ്പം സിംഗുലർ വെർബ് ഉപയോഗിക്കണം, മറക്കരുത്. ഹൈറ്റ്, വെയ്റ്റ്,
ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി, മണി എന്നിവയ്ക്ക് മുമ്പിൽ എന്ത് ചേർക്കണം? സിംഗുലർ വെർബ് ചേർക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സിംഗുലർ വെർബ് ഏതാടെ? ദാ കിടക്കുന്നു ഈസ്. ദാ കിടക്കുന്നു ഈസ്. ഓക്കെ, ഈസ് കിട്ടി. ഓക്കെ, ഇവിടെ ഇനി അടുത്ത ചോദ്യം. റിക്കറ്റ്സ് ഡാഷ് എ ഡെഫിഷ്യൻസി ഡിസീസ്. റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു രോഗമാണ് അല്ലേ? റിക്കറ്റ്സ് റിക്കറ്റ്സ് ഡാഷ് എ ഡെഫിഷ്യൻസി ഡിസീസ്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഈസാണ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഈസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ, ഓക്കെ, ഈ റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഓക്കെ, രോഗങ്ങൾ, പഠന വിഷയങ്ങൾ, അതുപോലെയുള്ള പുരാവസ്തുക്കൾ, രോഗങ്ങൾ, പഠന വിഷയങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയുടെ പേരിന് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? ഏകവചനം അല്ലെങ്കിൽ സിംഗുലർ ഫോം ചേർക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? ഈസാണ് വരുന്നത്, സിംഗുലറായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ രോഗങ്ങൾക്ക് മുമ്പിൽ, പഠന വിഷയങ്ങൾക്ക് മുമ്പിൽ, പുരാവസ്തുക്കൾക്ക് പേരിന് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? സിംഗുലർ ഫോം ചേർക്കണം. ഓക്കെ, ഈസോ അത് ഏതോ സിംഗുലർ ഫോം ഏതാണ് വരുന്നത് അത് ഉപയോഗിക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓഫ് ആണ് വരുന്നത്. ഡൈഡ് ഓഫ്. എന്താണ് ഡൈഡ് ഓഫ് വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രോഗങ്ങൾ വന്നിട്ടുള്ള മരണം, ആക്സിഡൻറ്റോ അങ്ങനെയുള്ള കേസൊന്നുമല്ല. രോഗങ്ങൾ വന്നിട്ടാണ് ഒരു വ്യക്തി മരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓഫ് ഉപയോഗിക്കണം. ഓക്കെ, രോഗങ്ങൾ വന്നിട്ടാണ് ഒരു വ്യക്തി മരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓഫ് ഉപയോഗിക്കണം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഈ 5 എണ്ണവും അതിൻ്റെ നിയമങ്ങളും ഒന്നും കൂടെ പറയുന്നു. വൺ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് എന്നിവയ്ക്ക് ശേഷം എന്ത് ഉപയോഗിക്കണം? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി ലേറ്റർ ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത് എങ്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിന് പിന്നീട് എന്ന അർത്ഥം അല്ലെങ്കിൽ ശേഷം എന്ന അർത്ഥം ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞത് ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി, മണി എന്നിവയോടൊപ്പം നമുക്ക് എന്ത് ചേർക്കാം? സിംഗുലർ വെർബ് ചേർക്കാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ അടുത്ത് പറഞ്ഞത് രോഗങ്ങൾ, പഠന വിഷയങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയുടെ മുന്നിൽ നമുക്ക് ഏകവചനം അല്ലെങ്കിൽ സിംഗുലർ ഫോം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓഫാണ്. രോഗങ്ങൾ കൊണ്ട് മരിക്കുന്ന ആളുകളുടെ പേരിന് മുമ്പേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓഫ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടുള്ള മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓഫ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് പല ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇത് പല എക്സാംസിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തലോട്ട് പോവാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. നമ്മൾ നേരത്തെ ഒരു ലൈവിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഉപകരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് മുട്ടകളുടെ കൂട്ടം. കളക്റ്റീവ് നൗൺസിന് ആണ് ഇത് ഈ ഒരു ടോപ്പിക്കിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ മുട്ടകളെ കൂട്ടത്തെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഓക്കെ, മുട്ട നമ്മൾ കയ്യിലെടുക്കുന്നു. ആ മുട്ട നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ വീഴുമ്പോൾ നമുക്ക് ക്ലച്ച് എന്നൊരു സൗണ്ട് കേൾക്കാം, അല്ലേ? ക്ലിച്ച് എന്നൊരു സൗണ്ട് കേൾക്കാം. ഓക്കെ, നമ്മളിവിടെയൊക്കെ സാധാരണ രീതിയിൽ മുട്ട തറയിൽ വീഴുമ്പോൾ ക്ലിച്ച് എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അല്ലാതെ ഠമാർ പടയർ ഒന്നും കേൾക്കാറില്ല. ഓക്കെ, അപ്പോൾ മുട്ട തറയിൽ വീഴുമ്പോൾ ക്ലിച്ച് എന്നുള്ള സൗണ്ട് കേൾക്കും. നമുക്ക് ആ ക്ലിച്ച് എന്നുള്ള സൗണ്ട് മാറ്റിയിട്ട് അവിടെ ക്ലച്ച് എന്നാക്കാം. അപ്പോൾ മുട്ടകളുടെ കൂട്ടം, എ ഗ്രൂപ്പ് ഓഫ് എഗ്സ് അറിയപ്പെടുന്നത് ക്ലച്ച് എന്ന പേരിലാണ്. ക്ലച്ച്. ഓക്കെ, ക്ലച്ച് എന്ന പേരിലാണ്. TH ആണ് കേട്ടോ, TH, ക്ലച്ച്, TH, ക്ലച്ച്. ഓക്കെ, അപ്പോൾ മുട്ടകളുടെ കൂട്ടമാണ് ക്ലച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മുട്ട തറയിൽ വീണ് പൊട്ടുമ്പോൾ ക്ലിച്ച് എന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ക്ലച്ചിനെ പതുക്കെ തൂക്കി എടുത്തു. ഓക്കെ, അപ്പോൾ ക്ലച്ച്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് എഗ്സ് ആണ് ക്ലച്ച്, മറക്കില്ലല്ലോ, ഗ്രൂപ്പ് ഓഫ് എഗ്സ്. അടുത്ത എ പോസ് ഓഫ് പോലീസ്മാൻ, അതായത് പോലീസുകാരുടെ കൂട്ടത്തെ എന്തെന്നറിയപ്പെടുന്നു? പോസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായാൽ, നമുക്കൊരു ഫ്രണ്ട് ഒരു പോലീസ് ആവുന്നെങ്കിൽ അവൻ്റെ പോസ് നമ്മൾ കാണേണ്ടി വരും, ഇല്ലേ? നമ്മുടെ ഒരു ഫ്രണ്ട് പോലീസ് ആവുന്നെങ്കിൽ അവൻ്റെ പോസ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ ഗ്രൂപ്പ് ഓഫ് പോലീസ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം?
പോസ് എന്ന് പറയും. POSSE, പോസ്. ഓക്കെ, പോസ്, എ ഗ്രൂപ്പ് ഓഫ് പോലീസ്, അതാണ് പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലച്ച് ഓഫ് എക്സ്, എ പോസ് ഓഫ് പോലീസ്. ഇനി അടുത്ത് എ കമ്പനി ഓഫ് പാരറ്റ്സ്, തത്തകളുടെ കൂട്ടം. നമ്മൾ കുറച്ച് തത്തകളെ പിടിച്ച് കൂട്ടിനകത്ത് പിടിച്ചിടുന്നു, അത് പരസ്പരം കമ്പനി അടിക്കുന്നു, ഇല്ലേ? പരസ്പരം കമ്പനി അടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? എ കമ്പനി ഓഫ് പാരറ്റ്സ്. ഓക്കെ, തത്തകളുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് എ കമ്പനി ഓഫ് പാരറ്റ്സ് അല്ലെങ്കിൽ എ കമ്പനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എ കമ്പനി. ഓക്കെ, എ കമ്പനി ഓഫ് പാരറ്റ്സ്. ഓക്കെ, കമ്പനി ഓഫ് പാരറ്റ്സ്. അപ്പോൾ പറഞ്ഞത് 3 കാര്യങ്ങൾ. ഒന്ന് ക്ലച്ച് ഓഫ് എക്സ്, എ പോസ് ഓഫ് പോലീസ്, എ കമ്പനി ഓഫ് പാരറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത് മയിലുകളുടെ കൂട്ടം. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പീകോക്സ്, എ ഗ്രൂപ്പ് ഓഫ് പീകോക്സ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം മയിലുകൾ, പീലിയുള്ള ആൺമയിലുകൾ എന്ത് ചെയ്യുന്നു? മഴ കാണുമ്പോൾ അത് നൃത്തം ചവിട്ടുന്നു, പീലികൾ വിടർത്തി നൃത്തം ചവിട്ടുന്നു. അപ്പോൾ നൃത്തം പഠിക്കണമെങ്കിൽ ഒരു മാസ്റ്റർ അത്യാവശ്യമാണ്, ഇല്ലേ? ഡാൻസ് മാസ്റ്റർ അത്യാവശ്യമാണ്. ഓക്കെ, ആ മാസ്റ്ററിനെ നമ്മൾ എന്താക്കുന്നു? മസ്റ്റർ എന്ന പേരിൽ ആക്കുന്നു. എ ഗ്രൂപ്പ് ഓഫ് പീകോക്സ് അറിയപ്പെടുന്നത് മസ്റ്റർ എന്ന പേരിലാണ്. MUSTER, മസ്റ്റർ. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പീകോക്സ് അറിയപ്പെടുന്നത് മസ്റ്റർ എന്ന പേരിലാണ്. ഓക്കെ, ഇനി അടുത്ത് പൂക്കളുടെ കൂട്ടം. എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അത് എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമാണ് പഠിക്കാൻ. പൂക്കൾ പറിച്ച് ബൊക്കയ്ക്കകത്ത് വെച്ചു. ഓക്കെ, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പോൾ എ ക്ലച്ച് ഓഫ് എക്സ്, എ പോസ് ഓഫ് പോലീസ്, എ കമ്പനി ഓഫ് പാരറ്റ്സ്, എ മസ്റ്റർ ഓഫ് പീകോക്സ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എ പ്രൈഡ് ഓഫ് ലയൺ. ലയൺ എന്ന് പറയുമ്പോൾ പ്രൈഡ്, ഒരു ഗാംഭീര്യമുള്ള ഒരു മൃഗമാണ് എന്തെന്ന് പറയുന്നത്? ലയൺ, സിംഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഹങ്ങളുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് പ്രൈഡ് എന്ന പേരിലാണ്. PRIDE. ഓക്കെ, പ്രൈഡ്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് അറിയപ്പെടുന്നത് പ്രൈഡ് എന്ന പേരിലാണ്. ഓക്കെ, ഇനി അടുത്ത് 3 ജീവികളെ പേരാണ് പറയുന്നത്. ആൻഡ്, ഫ്രോക്സ്, ബാറ്റ്. ഇവരുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് കോളനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എ കോളനി ഓഫ് ആൻസ്, എ കോളനി ഓഫ് ഫ്രോക്സ്, എ കോളനി ഓഫ് ബാറ്റ്സ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എ കോളനി ഓഫ് ആൻസ്, ഫ്രോക്സ്, ബാറ്റ്സ്. ഓക്കെ, കോളനി ഓഫ് ആൻസ്, ഫ്രോക്സ്, ബാറ്റ്സ്. ശ്രദ്ധിക്കുക, കോളനിയിലെ ആൻറ്റി ഫ്രോക്കും ഇട്ട് ബാറ്റ് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കോളനി ഓഫ് ആൻസ്, ഫ്രോക്സ്, ബാറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ, എ ക്ലച്ച് ഓഫ് എക്സ്, എ പോസ് ഓഫ് പോലീസ്, എ കമ്പനി ഓഫ് പാരറ്റ്സ്, എ മാസ്റ്റർ ഓഫ് പീകോക്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, എ പ്രൈഡ് ഓഫ് ലയൺസ്, പിന്നെ കോളനിയിൽ വരുന്ന കോളനി ഓഫ് ആൻസ്, ഫ്രോക്സ്, ബാറ്റ്സ്. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.